മലയൻകീഴ് ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സ്പോ സംഘടിപ്പിച്ചു. കുട്ടികളുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അറിവുകളും കഴിവുകളും പ്രകടമാക്കുന്നതിനായാണ് മലയൻകീഴ് ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സ്പോ സംഘടിപ്പിച്ചത്. വിവിധ കണ്ടുപിടുത്തങ്ങളും കുട്ടികൾ പ്രദർശിപ്പിച്ചു. ഇതെന്ന് പറയുന്നത് ഡയാലിസിസ് മെഷീനാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ഫിൽറ്ററിംഗ് സിസ്റ്റമാണ് കിഡ്നീസ്. അപ്പോൾ കിഡ്നീസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ ഫിൽട്രേറ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ സാധിക്കില്ല. അതിന് സഹായിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടൊരു പരിഹാരമല്ല, ബട്ട് നമ്മുടെ ലൈഫ് സ്പാൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ഡയാലിസിസ് മെഷീൻ എന്ന് പറയുന്നത്. കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സ്റ്റഡീസ് എന്നീ വിഭാഗങ്ങളെ അധികരിച്ചുള്ളതായിരുന്നു പ്രദർശനം. 250ഓളം കുട്ടികൾ പങ്കെടുത്തു. ഈ ഒരു സയൻസ് എക്സിബിഷനിൽ നിന്നും കുട്ടികൾക്ക് ഒരുപാടധികം അറിവ് നേടാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് നല്ല അറിവിൻ്റെ തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ICSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുര്യൻ ടോണിയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രിൻസിപ്പൽ സോജൻ മാത്യു, ഹെഡ് ബോയ് ഐസക് കെ ഐസക്, ഹെഡ് ഗേൾ ഏഞ്ചൽ മരിയ ആന്റണി, ജോയൽ ജോഷുവ, ജോയൽ ടോം, റേച്ചൽ സാറ ജോർജ്, ടെസ എലിസബത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള സയൻസ് എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് ഇനങ്ങളിലായിട്ട് 230 കുട്ടികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെയും പേരൻസിൻ്റെയും ഭാഗത്തുനിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ് ഈ മേളയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ളൊരു അവസരമാണ് അവർക്ക് ഇത് വഴിയായിട്ട് ലഭിക്കുന്നത്. കുട്ടികൾ ഇത് ചെയ്യുന്നതിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഒരു കൂട്ടുകാരായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.